ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തേർഡ് സെം സിഗ്നേച്ചേഴ്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ബ്രേക്കിംഗ് ദി സൈലൻസ്. ജാനീസ് മേരി കിറ്റാനിയുടെ ഒരു പോയമാണിത്. അപ്പോൾ ഒരു പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തേർഡ് സെമസ്റ്ററുകാരുടെ സിഗ്നേച്ചേഴ്സിൻ്റെ ക്ലാസ്സസും ദെൻ BA ഇംഗ്ലീഷുകാരുടെ ഗ്രാമർ ക്ലാസ്സസ്, അപ്രീഷിയേറ്റിംഗ് പ്രോസിൻ്റെ ക്ലാസ്സസൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബ്രേക്കിംഗ് ദ സൈലൻസ് ജാനീസ് മേരി കിറ്റാനി എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. ജാനീസ് മേരി കിറ്റാനി 1942 ജനിച്ചത്. അവർ ഒരു അവാർഡ് വിന്നിംഗ് പോയറ്റും ഡാൻസറും ആക്ടിവിസ്റ്റും എഡ്യൂക്കേറ്ററും ഒക്കെ ആയിരുന്നു. അവർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് യുദ്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഹൊറേഴ്സിനെ കുറിച്ചിട്ട് അവർ എഴുതിയിട്ടുള്ള അവരുടെ വർക്ക്സ് വഴിയാണ് അവർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. 2000 അവരെ സാൻ ഫ്രാൻസിസ്കോയിലെ പോയറ്റ് ലോറേറ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി തന്നെയാണ് ജാനീസ് മേരി കിറ്റാനി. അവരുടെ ചില ഫേമസ് ആയിട്ടുള്ള പബ്ലിഷ്ഡ് ബുക്സാണ് എവേക്ക് ഇൻ ദ റിവർ, ഷെഡിങ് സൈലൻസ്, വി ദ ഡേഞ്ചറസ് ആൻഡ് ലവ് വർക്ക്സ്. 2014 അവരുടെ 5th കളക്ഷൻ ഓഫ് പോയംസ് ഔട്ട് ഓഫ് ദ ഡസ്റ്റ് ന്യൂ ആൻഡ് സെലക്റ്റഡ് പോയംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് പോയംസ് അവർ അവസാനമായിട്ട് പബ്ലിഷ് ചെയ്തത്. ജാനീസ് മേരി കിറ്റാനിയുടെ ബ്രേക്കിംഗ് ദ സൈലൻസ് എന്നുള്ള ഈ ഒരു പോയം ദാറ്റ് റിഫ്ലെക്ട്സ് ഓൺ നോളജ് ഓഫ് സൈലൻസ് ഓഫ് ദ ജനറേഷൻ ഓഫ് ജപ്പാനീസ് അമേരിക്കൻസ് വാർ ടൈമിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ് ഈ ഒരു പോയം. ദിസ് ഈസ് എ പോയം ദാറ്റ് ഫോക്കസ് ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻസ് വെൻ ദേ വർ പുട്ട് ഇൻ ടു ഇൻറ്റേർമെൻറ്റ് ക്യാമ്പ്സ് ഡ്യൂറിങ് വേൾഡ് വാർ II. രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലത്ത് അവരെ ഇൻറ്റേർമെൻറ്റ് ക്യാമ്പിലൊക്കെ അവരനുഭവിച്ച കഷ്ടപ്പാടുകളാണ് ഇതിൽ പറയുന്നത്. ഷീ എക്സ്പ്രസസ് ഹെർ മദേഴ്സ് എക്സ്പീരിയൻസ് ഫീലിംഗ് ഡ്യൂഹ്യൂമനൈസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ദ വേൾഡ്. അവരുടെ അമ്മ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള ഫീലിങ്സും ആ ലോകത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടതായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അതൊക്കെയാണ് അവർ ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. മേരി കിറ്റാനി എക്സ്പ്രസസ് ദാറ്റ് ഹെർ മദർ ഡിഡ് നോട്ട് ഹാവ് എ വോയിസ് ആൻഡ് വിത്ത് ഹെർ എക്സ്പ്രഷൻ ഓഫ് സൈലൻസ് ഷീ ലെഡ്സ് ടു എ ബ്രൂട്ടൽ എക്സ്പീരിയൻസ് ഓഫ് ഹൗ ജപ്പാനീസ് അമേരിക്കൻസ് വെർ ട്രീറ്റഡ്. അവർ പറയുകയാണ് തൻ്റെ അമ്മക്ക് ആ ഒരു സമയത്ത് വോയിസ് ഉണ്ടായിരുന്നില്ല, അതായത് അവർക്ക് പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ ആ ഒരു സൈലൻസ് കൊണ്ടുള്ള ആ ഒരു അവരെ എക്സ്പ്രസ് ചെയ്തത് ജപ്പാനീസ് അമേരിക്കൻസ് എത്രത്തോളം ബ്രൂട്ടലായിട്ടാണ് അവർ ആ ഒരു കാലത്ത് ട്രീറ്റ് ചെയ്തതെന്ന് എന്നതായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സൈലൻസ് എന്നാണ് ഈ ബ്രേക്കിംഗ് ദ സൈലൻസ് എന്നുള്ള ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. ദ പോയം ഈസ് അബൌട്ട് 3 generations ഓഫ് വുമൺ ആൻഡ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് ദെയർ ലൈഫ്സ് ആൻഡ് ദെയർ വേൾഡ്സ്. ഈ ഒരു പോയത്തിലൂടെ 3 ജനറേഷൻ വിമൻ്റെ 3 ജനറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ജനറേഷനിലെ സ്ത്രീകളും തമ്മിലുള്ള സിമിലാരിറ്റീസും അവരുടെ ജീവിതവും അവരുടെ ലോകവും തമ്മിലുള്ള ഡിഫറൻസും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ദ സ്പീക്കർ ഈസ് എ വുമൺ ഇൻ ദ മിഡിൽ, എ വുമൺ ഹു ഹാസ് എ ഡോട്ടർ ആൻഡ് എ മദർ. സ്പീക്കർ ഈ ഒരു ജനറേഷനിൽ നടുവിൽ നിൽക്കുന്നത്, അതായത് രണ്ടാമത്തെ ജനറേഷനിൽ പെടുന്ന സ്ത്രീയാണ് ഇതിലെ സ്പീക്കർ. അതായത് ജാനീസ് മേരി കിറ്റാനി വരുന്നത് രണ്ടാമത്തെ ജനറേഷനിലാണ്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ സ്പീക്കറിൻ്റെ അമ്മയും, രണ്ടാമത് സ്പീക്കറും, ദെൻ മൂന്നാമത് പറഞ്ഞാൽ സ്പീക്കറിൻ്റെ മകള്. The speaker begins with her daughter and indicates how the daughter does not understand her because the daughter is living in her modern world. ഈ ഒരു പോയിന്റ് തുടങ്ങുമ്പോൾ ഓദർ ആദ്യം പറയുന്നത് അവരുടെ മകളെ കുറിച്ചാണ്. അവരുടെ മകൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, കാരണം അവൾ ജീവിക്കുന്നത് ഒരു മോഡേൺ വേൾഡിലാണ്. ദെൻ ഷീ ഡിസ്ക്രൈബ്സ് ഹെർ ഓൺ വേൾഡ് ആൻഡ് ഹെർ മദേഴ്സ് വേൾഡ്. അതിനുശേഷം സ്പീക്കർ അവളുടെ വേൾഡും അവളുടെ അമ്മയുടെ വേൾഡും വിശദീകരിക്കുന്നു. ഈച്ച് ഓഫ് ദ 3 വേൾഡ്സ് ഹാസ് ഡിഫറെൻറ്റ് ഇമേജറി, ദ സ്പീക്കേഴ്സ്, ഹെർ ഡോട്ടേഴ്സ് ആൻഡ് ഹെർ മദേഴ്സ്. ഈ 3 ലോകങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഇമേജറീസ് യൂസ് ചെയ്തിട്ടാണ് അവർ വിശദീകരിക്കുന്നത്. ബ്രേക്കിംഗ് സൈലൻസ് സ്പീക്സ് ഓഫ് അപ്രിഷിയേഷൻ ആൻഡ് അഡ്മിറേഷൻ ഓഫ് എ ഡോട്ടർ ഹാസ് ഫോർ ഹെർ മദർ ആസ് ഷീ ടെസ്റ്റിഫൈസ് അഗെയിൻസ്റ്റ് വാർ ടൈം ഇൻജസ്റ്റിസ്. ഈ ബ്രേക്കിംഗ് ദ സൈലൻസിൽ ജാനീസ് മേരി കിറ്റാനിക്ക് തൻ്റെ അമ്മയോടുള്ള അഡ്മിറേഷനാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. കാരണം അവരുടെ അമ്മ ഒരു യുദ്ധസമയത്ത് ഇവർക്കുണ്ടായിരുന്നിട്ടുള്ള ഇവരനുഭവിച്ച അനീതികളെക്കുറിച്ച് ടെസ്റ്റിഫൈ ചെയ്യാണ്, മൊഴി കൊടുക്കുകയാണ്. അങ്ങനെ മൊഴി കൊടുക്കുമ്പോൾ അവരുടെ അമ്മയെക്കുറിച്ച് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അഭിമാനം, അതൊക്കെ നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ അഭിമാനം, ആദരവൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് സാധിക്കും. ജാനീസ് മേരി കിറ്റാനി എക്സ്പ്രസസ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് ഹൗ ദ ജപ്പാനീസ് അമേരിക്കൻസ് വെർ ട്രീറ്റഡ്. അവരുടെ ഒരു പോയത്തിലൂടെ ജപ്പാനീസ് അമേരിക്കൻസിനെ എത്രയും ബ്രൂട്ടലായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നത് എന്ന് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ദ പോയം പുട്ട്സ് ആൻ എംഫസിസ് ഓൺ ദ പ്രോട്ടോകോൾ ഓഫ് ഇൻറ്റേർമെൻറ്റ് ആൻഡ് ഡയലോഗ് വിത്ത് എ കമ്മീഷണർ. ഈ ഒരു പോയത്തിലൂടെ അവർ പ്രോട്ടോകോൾ ഓഫ് ഇൻറ്റേർമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻറ്റേർമെൻറ്റ് എന്താണെന്നും അതുപോലെ അവരുടെ അമ്മ
കമ്മീഷണറോട് സംസാരിക്കുന്ന ആ ഒരു ഡയലോഗ്, ആ ഒരു കോൺവെർസേഷനും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ദ പവർ ഓഫ് സൈലൻസ് ദാറ്റ് മേരി കിറ്റാനി ഡിസ്ക്രൈബ്സ് ഇൻ ദ പോയം ഷോസ് സോറോ ആൻഡ് ഫ്രസ്ട്രേഷൻ. അവർ പറയുന്ന ഈ ഒരു സൈലൻസിൻ്റെ പവർ, അതായത് അത്രയും കാലം അവർ ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ അവരുടെ അമ്മയും ആ ഒരു കാലഘട്ടത്തിൽ വേൾഡ് വാറിൽ നിന്ന് ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിൽ താമസിച്ചിരുന്ന ആളുകൾ എത്ര കാലം സൈലൻസ് ആയിട്ട് അവർ പിടിച്ചിരുന്നു. ആ ഒരു സൈലൻസിൻ്റെ പവർ അതെന്താണെന്ന് അവർ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ സോറോ ഉണ്ടായിരുന്നു, വ്യസനം, പിന്നെ ഫ്രസ്ട്രേഷൻ, നിരാശ ഉണ്ടായിരുന്നു. സൈലൻസ് വാസ് ദ ഓൺലി വേ ദേ കുഡ് എക്സ്പ്രസ് ദെയർ ഐഡിയാസ്. പക്ഷെ അവർക്ക് അവരുടെ ഐഡിയാസും തോട്ട്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി സൈലൻസ് മാത്രമായിരുന്നു. ജാനിസ് മേരി കിറ്റാനി കോൺസെൻട്രേറ്റ്സ് ഓൺ ഹെർ മദേഴ്സ് പെയിൻ, ഹൗ ഷീ ഗ്രൂ അപ്പ് വിത്ത് ദാറ്റ് പെയിൻ ആൻഡ് വാട്ട് ഇറ്റ് ഓൾ റെപ്രസെൻറ്റ്സ്. അവരുടെ അമ്മയുടെ പെയിൻ എന്തായിരുന്നു, പിന്നെ അവർ ആ ഒരു പെയിനോട് കൂടിയിട്ട് എങ്ങനെയാണ് വളർന്നത്, ആ ഒരു പെയിൻ എന്തിനൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഈ ഒരു പോയത്തിൽ അവർ ഫോക്കസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഷീ റൈറ്റ്സ് എക്സ്പ്രസിംഗ് ദ പൊളിറ്റിക്കൽ അജണ്ട, സ്പീക്സ് ഔട്ട് അഗെയിൻസ്റ്റ് പീപ്പിൾ ഓഫ് കളർ, വയലൻസ് ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് ഹെർ മദർ വെൻ ത്രൂ. അവർ ഈ ഒരു പോയം എഴുതിയതിലൂടെ പൊളിറ്റിക്കൽ അജണ്ടനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ വർണ്ണഭേദം, പലതരത്തിലുള്ള കളറിനെ ബേസ് ചെയ്തിട്ട് ആളുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അവർക്കെതിരെ നടക്കുന്ന വയലൻസിനെ കുറിച്ചും, പിന്നെ അവരുടെ അമ്മയെ കണ്ടെയ്ൻമെൻറ്റിലാക്കിയിരുന്നു, അതായത് തടവിലാക്കിയിരുന്നു. അപ്പോൾ അവരുടെ അമ്മ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ബ്രേക്കിംഗ് സൈലൻസ് എന്നുള്ള ഈ ഒരു പോയം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നുള്ള പോയത്തിനോട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ഒരു പോയാണിത്. അതിൽ ചൈനീസ് അമേരിക്കൻസിൻ്റെ അവരെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവർക്ക് ഓദറിന് ചൈനീസ് അമേരിക്കൻസ് ആയതുകൊണ്ട് അതും ഒരു തരം കളറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള പോയമാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയവും ജപ്പാനീസ് അമേരിക്കൻസിനെ കളറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ ഒരു ഇൻറ്റേർണലായിട്ടൊരു സിമിലാരിറ്റീസ് ഉള്ള പോയാണ് ഈ രണ്ട് പോയിൻസും. ബ്രേക്കിംഗ് ദ സൈലൻസ്. ആഫ്റ്റർ 40 years of silence about the experience of Japanese Americans in the World War II concentration camps. 40 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജപ്പാനീസ് അമേരിക്കൻസ് വേൾഡ് വാർ II കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് 40 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മൈ മദർ ടെസ്റ്റിഫൈഡ് ബിഫോർ ദ കമ്മീഷൻ ഓൺ വാർ ടൈം റീലൊക്കേഷൻ ആൻഡ് ഇൻറ്റേൺമെൻറ്റ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻ സിവിലിയൻസ് ഇൻ 1981 ഈ ഒരു ഓദറിൻ്റെ അമ്മ കമ്മീഷൻ ഓൺ വാർ ടൈം റീലൊക്കേഷൻ ആൻഡ് ഇൻറ്റേൺമെൻറ്റ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻ സിവിലിയൻസിൽ പോയിട്ട് ടെസ്റ്റിഫൈ ചെയ്യുകയാണ്, മൊഴി കൊടുക്കുകയാണ്. ഫോർ മൈ മദർ, അങ്ങനെ മൊഴി കൊടുത്ത അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിത് എഴുതുന്നത്. ദർ ആർ മിറാക്കിൾസ് ദാറ്റ് ഹാപ്പൻ, ഷീ സെഡ്. അവർ പറയാണ്, അവരുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ദർ ആർ മിറാക്കിൾസ് ദാറ്റ് ഹാപ്പൻ, ഷീ സെഡ്. അത്ഭുതങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. ഫ്രം ദ സൈലൻസ് ഇൻ ദ ഗ്ലാസ് കേവ്സ് ഓഫ് അവർ ഇയേഴ്സ്, നമ്മളുടെ ചെവിയുടെ ഉള്ളിലെ ഗ്ലാസ് കേവ്സിലെ നിശബ്ദതയിൽ നിന്ന്. ഫ്രം ദ ക്രിപ്പിൾഡ് ടങ്, ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുക്കിച്ചുളിഞ്ഞ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് ശബ്ദിക്കപ്പെടാൻ പറ്റാത്ത ടങ്കിൽ നിന്ന്, നാവിൽ നിന്ന്. ഫ്രം ദ മ്യൂട്ട്, മ്യൂട്ട് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ. അപ്പോൾ അവരുടെ നിശബ്ദതയിൽ നിന്ന്. വെറ്റ് ഐലാഷ്, നനഞ്ഞ ഐലാഷ് എന്ന് പറയുമ്പോൾ നനഞ്ഞ കണ്ണുകൾ. ഐലാഷ് എന്ന് പറഞ്ഞാൽ കൺപീലിയാണ്. അപ്പോൾ കരഞ്ഞ് കണ്ണുനീര് വന്നിട്ടുള്ള കണ്ണുകളിൽ നിന്ന്. ടെസ്റ്റിമോണീസ് വെയിറ്റിംഗ് ലൈക്ക് വിൻ്റർ, അവർ ശബ്ദിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് വിൻ്ററിനെ പോലെ വെയിറ്റ് ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് നീണ്ട കാത്തിരിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ലൈക്ക് വിൻ്ററിനെ പോലെ എന്ന് പറയുമ്പോൾ വിൻ്ററിൻ്റെ പ്രത്യേകത എന്താണ്? തണുത്തുറഞ്ഞ മരവിച്ചതാണ്. അപ്പോൾ വിൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്തിനെയും സൂചിപ്പിക്കുന്നുണ്ട്. മിക്കവാറും പോയത്തിലൊക്കെ വിൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റഫറാണ്, ഡെത്തിനെ സൂചിപ്പിക്കുന്ന മെറ്റഫറാണ്. അപ്പോൾ ഇവിടെ ഡെത്ത്, പിന്നെ വെയിറ്റിംഗ്, അതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് വിൻ്റർ. വി വർ ടോൾഡ് ദാറ്റ് സൈലൻസ് വാസ് ബെറ്റർ ഗോൾഡൻ ലൈക്ക് അവർ സ്കിൻ. ഞങ്ങളോട് അവർ പറഞ്ഞത് ഞങ്ങളുടെ സ്കിന്ന് പോലെ തന്നെ സൈലൻസ് ആയിരുന്നു ബെറ്റർ, അതായത് ഇവർ ശബ്ദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യൂസ്ഫുൾ ലൈക്ക് ഗോ ക്വയറ്റ്ലി, ഈസിയർ ലൈക്ക് ഡോണ്ട് മേക്ക് വേസ്. നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഗോ ക്വയറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ പോകാനാണ് പറയുന്നത്. അതായത് ഇവർ പ്രതികരിക്കാൻ പാടില്ല, ഇവർക്കെതിരെ എന്ത് നടന്നാലും നിശബ്ദരായിട്ടിരിക്കണം. ഈസിയർ ലൈക്ക് ഡോണ്ട് മേക്ക് വേസ്, തിരമാലകൾ ഉണ്ടാക്കരുത്, അതായത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എക്സ്പീഡിയൻ ലൈക്ക് ഹോൾസ്റ്റാൾസ് ആൻഡ് ഡെസേർട്ട്, അവർ അനുകൂലമായിട്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലതും
ഉചിതമായിട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഹോൾസ്റ്റാളിനെ പോലെ, അല്ലെങ്കിൽ ഹോൾസ്റ്റാൾസ് എന്ന് പറയുമ്പോൾ കുതിരാലയം, ഡെസേർട്ടിനെ പോലെ, മരുഭൂമി പോലെ ഒക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇവർക്കെതിരെ എന്ത് അനീതി നടന്നാലും ഇവർ പ്രതികരിക്കാൻ പാടില്ല. അന്ന് അങ്ങനെയായിരുന്നു ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ള രീതിയിൽ. മിസ്റ്റർ കമ്മീഷണർ, ദ US ആർമി സിഗ്നൽ കോപ്സ് കോൺഫിസ്കേറ്റഡ് അവർ പ്രോപ്പർട്ടി. എന്നിട്ട് ഇവരുടെ അമ്മ പറയുകയാണ്, മിസ്റ്റർ കമ്മീഷണർ, US ആർമി സിഗ്നൽ കോപ്സ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവർ, പ്രോപ്പർട്ടീസൊക്കെ അവർ കണ്ടുകെട്ടി. ഇറ്റ് വാസ് സബ്ജക്റ്റ് ടു വാൻഡലിസം ആൻഡ് റാവേജ്. അത് അവർ കണ്ടുകെട്ടിയതിനു ശേഷം അവരെന്താണ് ചെയ്തത്? അതൊക്കെ തകർക്കുകയും നശിപ്പിക്കുകയുമാണ് ചെയ്തത്. ഓൾ ഇംപ്രൂവ്മെൻറ്റ്സ് വി ഹാഡ് മെയ്ഡ് ബിഫോർ അവർ ഇൻകാർസറേഷൻ. ഞങ്ങളെ തടവിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നേടിയെടുത്ത എല്ലാ ഇംപ്രൂവ്മെൻറ്റ്സും എല്ലാം അവരിങ്ങനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. വാസ് സ്റ്റോളൻ ഓർ ഡെസ്ട്രോയിഡ്. ഒന്നുകിൽ അതൊക്കെ അവർ മോഷ്ടിക്കുകയോ ചെയ്തു, അല്ലെങ്കിൽ നശിപ്പിച്ചു. ഐ വാസ് കോഴ്സ്ഡ് ഇൻ ടു സൈനിങ് ഡോക്യുമെൻറ്റ്സ് ഗിവിങ് യു അതോറിറ്റി ടു ടേക്ക്. എന്നെ ഫോഴ്സ് ചെയ്തിട്ട് അവർ പല ഡോക്യുമെൻറ്റ്സിലും സൈൻ ചെയ്യിപ്പിച്ചു. ആ ഒരു ഡോക്യുമെൻറ്റ്സിൽ എന്താണ് പറഞ്ഞിരുന്നത്? ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശം തന്നുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സിൽ അവരെന്നെ ഫോഴ്സ് ചെയ്തിട്ട് സൈൻ ചെയ്യിപ്പിച്ചു. മൈ മദർ സോഫ്റ്റ് ആസ് ടാലോ എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ്. അതായത് ഇവരുടെ അമ്മ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. വേർഡ്സ് പീലിംഗ് ഫ്രം ഹെർ ലൈക്ക് സിൽവേഴ്സ് ഓഫ് യെല്ലോ ഫ്ലെയിം. അവർ ഈ ഒരു ടെസ്റ്റിമോണി കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവേഴ്സ് ഓഫ് യെല്ലോ ഫ്ലെയിം പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും തീജ്വാല പോലെയായിരുന്നു, അത്രയും കടുത്തതായിരുന്നു എന്നാണ് അർത്ഥം. ഹെർ ടെസ്റ്റിമോണി എ വാറ്റ് ഓഫ് ബോയിലിംഗ് വാട്ടർ സർജിങ് ത്രൂ ദ കോൾഡസ്റ്റ് ബ്ലൂവസ്റ്റ് വെയിൻ. അവർ പറഞ്ഞ ഒരു മൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറ്റ് ഓഫ് ബോയിലിംഗ് വാട്ടർ, തിളച്ച വെള്ളം പോലെ അവരുടെ ഞരമ്പുകളിൽ കൂടെ ഇങ്ങനെ കുതിച്ചു പാഞ്ഞിരുന്നു. ഷീ ഹാഡ് കം ടു ഹെർ ലാൻഡ് ആസ് ഷോവൽ, ഹോ ആൻഡ് സിക്കിൾ, സിയറിംഗ് റീഡ് ആൻഡ് റോക്ക് ആൻഡ് ഡെഡ് ബ്രഷ്. അവരുടെ ലാൻഡിലേക്ക് വന്നത് ഷോവല്, ഹോ, സിക്കിൾ, സിയറിംഗ് റീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷോവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോവൽ പറഞ്ഞാൽ മൺവെട്ടി, ഹോ എന്ന് പറഞ്ഞാലും അതുപോലെ കിളക്കാനും കുഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഹോ, പിന്നെ സിക്കിൾ എന്ന് പറഞ്ഞാൽ അരിവാള്, റോക്ക് ആൻഡ് ഡെഡ് ബ്രഷ്. പിന്നെ അപ്പോൾ അതായത് ഇവരുടെ നിലം നേരാക്കുക, റോക്കും ഡെഡ് ബ്രഷും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പുൽച്ചെടികളും പൊന്തക്കാടുകളൊക്കെ ഇരുന്നിരുന്ന അവരുടെ നിലം ഈ വക പണിയായുധങ്ങൾ കൊണ്ടൊക്കെ നേരാക്കി എടുത്തവരാണ് അവർ. ലേബേർഡ് സോ ടു സിന്യൂ ദ ഗ്രൗണ്ട്. ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ട് അവരുടെ നിലം അവർ നേരാക്കിയെടുത്തു. ടു സോഫ്റ്റൻ ഗാർഡൻസ് പ്രഗ്നൻറ്റ് വിത്ത് സീഡ്. എന്തിനു വേണ്ടിയാണ് അവർ നേരാക്കിയെടുത്തത്? അവരുടെ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്രഗ്നൻറ്റ് വിത്ത് സീഡ് അവൈറ്റിംഗ് ഈച്ച് സൈലൻറ്റ് മോർണിംഗ് ബേർത്തിങ് ഫീൽഡ്സ് ഓഫ് ഫ്ലവേഴ്സിന് ജന്മം കൊടുക്കാൻ പറ്റുന്ന സീഡ്സ് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു നിലം നേരാക്കിയത്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ നിലം നേരാക്കിയെടുത്തത്. അതിൽ മസ്റ്റാർഡ് ഗ്രീൻസ് ഉണ്ടായിരുന്നു, ടൊമാറ്റോസ് ഉണ്ടായിരുന്നു, ട്രോബിങ് ലൈക്ക് ദ സീ. ആൻഡ് ദെൻ ഓൾ വാസ് ഹാഷ്ഡ് ഫോർ അനൗൺസ്മെൻറ്റ്. അങ്ങനെ ഇതൊക്കെ അവർ നേരാക്കി എടുത്ത് വന്നിരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. ടേക്ക് ഓൺലി വാട്ട് യു ക്യാൻ ക്യാരി. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രം നിങ്ങൾ എടുക്കൂ എന്നായിരുന്നു ആ ഒരു അനൗൺസ്മെൻറ്റിൽ പറഞ്ഞിരുന്നത്. വി വർ മെയ്ഡ് ടു ബിലീവ് അവർ ഫേസസ് ബിട്രേഡ് അസ്. ഞങ്ങളപ്പോൾ വിശ്വസിച്ചത് ഞങ്ങളുടെ ഫേസുകൾ ഞങ്ങളെ ചതിച്ചു. അതായത് ഇവരുടെ സ്കിൻ കളറാണ് ഇവരെ ചതിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ വിശ്വസിക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. അവർ ബോഡീസ് വർ ലൗഡ് വിത്ത് യെല്ലോ സ്ക്രീമിങ് ഫ്ലഷ് നീഡിങ് ടു ബി സൈലൻസ്ഡ് ബിഹൈൻഡ് ബാർബ്ഡ് വയർ. ഞങ്ങളുടെ ബോഡീസ് പറഞ്ഞാൽ യെല്ലോ സ്ക്രീമിങ് ഫ്ലഷ് ആയിരുന്നു. ജപ്പാനീസ് അമേരിക്കൻസും ചൈനീസ് അമേരിക്കൻസിൻ്റെ ഒക്കെ ഒരു കളറ് യെല്ലോ കളറ് എന്നാണ് പറയുക. അപ്പോൾ അവരുടെ ബോഡിയുടെ കളറ് കാരണം അത് അവരെ കമ്പിവേലികൾക്ക് പിന്നിലാക്കാനായിട്ട് കാരണമാക്കിയെന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ഒരു ബോഡിയുടെ കളറ് കാരണം അവരെ തടവിലാക്കേണ്ടതായിട്ട് വന്നു. അവിടെ ജപ്പാനീസ് അമേരിക്കൻസിനെതിരെയുള്ള ഡിസ്ക്രിമിനേഷനാണ് കാണിക്കുന്നത്. മിസ്റ്റർ കമ്മീഷണർ, ഇറ്റ് സീംസ് വി വർ സിംഗിൾഡ് ഔട്ട് ഫ്രം അതേഴ്സ് ഹു വർ അണ്ടർ സസ്പിഷൻ. അപ്പോൾ അവർ പറയുകയാണ്, മിസ്റ്റർ കമ്മീഷണർ, സസ്പീഷനിൽ കീഴിലായിട്ടുണ്ടായിരുന്നു, അതായത് സംശയങ്ങൾക്ക് കീഴിലായിട്ടുണ്ടായിരുന്ന മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തിയതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അവർ നൈബേഴ്സ് വർ ഓഫ് ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ ഡീസെൻറ്റ്, സം ഓഫ് whom were not citizen. It seemed we were singled out. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ നൈബേഴ്സൊക്കെ ജർമ്മൻസ് ഉണ്ടായിരുന്നു, ഇറ്റാലിയൻ ഡീസൻറ്റുകളായിട്ടുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു, പിന്നെ ചിലവർ അവിടുത്തെ സിറ്റിസൺസ് പോലും ഉണ്ടായിരുന്നില്ല. അവരിൽ നിന്നൊക്കെ ഞങ്ങളെ മാത്രമാണ് ഒറ്റപ്പെടുത്തിയിട്ട് അവർ മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ അവരെ മാത്രമാണ് തടവിലാക്കിയത്. ഷീ ഹാഡ് വോൺ ഹെർ വർക്ക് ലൈക്ക് ലെമൺ ലീവ്സ് ഷൈനിങ് ഇൻ ഹെർ സ്വീറ്റ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മദർ ലെമൺ ലീവ്സ് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷൈനിങ് ഇൻ ഹെർ സ്വീറ്റ്. അവർ ജോലി ചെയ്തിട്ട് അവർ വേർപ്പൊഴുക്കുന്ന സമയത്ത് പോലും അവർ തിളങ്ങിയിരുന്നു, കാരണം അവർക്ക് അതിൽ അഭിമാനം ഉണ്ടായിരുന്നു. ഡ്രിവൺ ബൈ ഹെർ ഡ്രീംസ് ദാറ്റ് ഹോണ്ട് ദ ബ്ലേഡ് ഓഫ് ഹെർ പ്ലോ. അവരുടെ സ്വപ്നമാണ് അവരുടെ ആ ഒരു കലപ്പക്ക് മൂർച്ചം കൊടുത്തത്.
The land she built like hope grew quietly, irises, roses, sweet peas, opening. അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നിലം, ഇവരുടെ ജപ്പാനീസ് അമേരിക്കൻസ് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു നിലം പതുക്കെ അവർക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഐറിസസ് ഉണ്ടായി, അവിടെ റോസസ് ഉണ്ടായി, പിന്നെ സ്വീറ്റ് പീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവരുടെ നിലത്തിൽ അവർ ഉണ്ടാക്കിയെടുത്തു. ആൻഡ് ദെൻ ഓൾ വാസ് ഹഷ്ഡ് ഫോർ അനൗൺസ്മെൻറ്റ്. അപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് പെട്ടെന്ന് വന്നത്. ടു ബി ഇൻകാർസറേറ്റഡ് ഫോർ യുവർ ഓൺ ഗുഡ്, ദ സൗണ്ട്സ് ഓഫ് യുവർ വർക്ക് ബോൾട്ടഡ് ഇൻ ബാരാക്സ് സൈലൻസ്ഡ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ തടവിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ ജോലിയുടെ ശബ്ദമെല്ലാം, അതായത് അവരുടെ ജോലി മുഴുവനും ബോൾട്ടഡ് ഇൻ ബാരാക്സ്, അവരുടെ ജോലികൾ മുഴുവനും പട്ടാള ക്യാമ്പിൽ ബന്ധിപ്പിക്കപ്പെടുകയായിരുന്നു. അതായത് അവരെ തടവിലാക്കി, സൈലൻസ്ഡ്, നിശബ്ദരാക്കി. മിസ്റ്റർ കമ്മീഷണർ, സോ വെൻ യു ടെൽ മീ ഐ മസ്റ്റ് ലിമിറ്റ് മൈ ടെസ്റ്റിമോണി. അപ്പോൾ അവരുടെ അമ്മ പറയണം, മിസ്റ്റർ കമ്മീഷണർ, നിങ്ങൾ എന്നോട് എൻ്റെ ഈ ഒരു ടെസ്റ്റിമോണി ലിമിറ്റ് ചെയ്യണം, അത് നിർത്തണം എന്ന് പറയുമ്പോൾ, വെൻ യു ടെൽ മീ മൈ ടൈം ഈസ് അപ്പ്, നിങ്ങൾ എന്നോട് പറയുകയാണ് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു, എനിക്കിനി പറയാൻ സമയമില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഐ ടെൽ യു ദിസ്, പ്രൈഡ് ഹാസ് കെപ്റ്റ് മൈ ലിപ്സ് പിന്നീട് മൈ നെയിൽസ് മൈ റേജ് കോഫിൻഡ്. എൻ്റെ അഭിമാനമാണ് എൻ്റെ ലിപ്സിനെ ഇത്രയും കാലം തടഞ്ഞു വെച്ചത്. പിണ്ട് മൈ നെയിൽസ്, എൻ്റെ കൈകൾ, നെയിൽസ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലെ എൻ്റെ നഖങ്ങളെ പിൻ ചെയ്ത് വെച്ചത്. മൈ റേജ് കോഫിൻഡ്, എൻ്റെ ദേഷ്യത്തെ ശവമടക്കുന്നത് പോലെ അടക്കിയത് എൻ്റെ അഭിമാനമാണ്. ബട്ട് ഐ എക്സ്യൂം മൈ പാസ്റ്റ് ടു ക്ലെയിം ദിസ് ടൈം. പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പാസ്റ്റിനെ ഒഴിവാക്കിയിട്ട്, പാസ്റ്റിനെ പരസ്യമാക്കിയിട്ട് ഞാൻ ഇപ്പോഴത്തെ ഒരു സമയം നേടിയെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മൈ യൂത്ത് ഈസ് ബറീഡ് ഇൻ റോവർ, എൻ്റെ യൂത്ത് മുഴുവൻ ഞാൻ ചെലവഴിച്ചത് റോവറിലാണ്. ഒബാച്ചൻസ് ഗോസ്റ്റ് വിസിറ്റ്സ് അമാച്ചെ ഗേറ്റ്, അതായത് ഒബാച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള തന്നെ ഒരാൾ, അവരുടെ പ്രേതം എന്ന് പറയുമ്പോൾ അവരുടെ കാലം കഴിഞ്ഞു പോയി. അപ്പോൾ അവർ ഇങ്ങനെ ഒരുപാട് കാലം യൂത്ത് അവിടെ ചിലവഴിച്ചിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾ പലവരും മരിച്ചിട്ടുണ്ട്. മൈ നീസ് ഹോൺസ് ട്യൂ ലേക്ക്, അപ്പോൾ ഇവരുടെ നീസ് ട്യൂ ലേക്കിൽ ഇപ്പോഴും ഹോണ്ട് ചെയ്ത് നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രേതങ്ങൾ മോക്ഷം കിട്ടാതെ നടക്കുന്നത് പോലെ. അതായത് പലരും മരിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന് ശേഷം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പലരും മരിച്ചിട്ടുണ്ട്. വേർഡ്സ് ആർ ബെറ്റർ ദാൻ ടീയേഴ്സ് സോ ഐ സ്പിൽ ദം. ഇവർ പറയാണ് വാക്കുകളാണ് കണ്ണുനീരുകളെക്കാൾ എത്രയും ബെറ്റർ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അവ സ്പിൽ ചെയ്യുന്നത്, അതായത് ഞാനിപ്പോൾ അവയെ പുറത്തിടുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് കളയുന്നത്. ഐ കിൽ ദിസ് ദ സൈലൻസ്, ഈ ഒരു നിശബ്ദതയെ ഞാൻ കൊല്ലുകയാണ്. അതായത് ഇനി നിശബ്ദരായിട്ട് ഇരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദർ ആർ മിറാക്കിൾസ് ദാറ്റ് ഹാപ്പൻ ഷീ സെഡ് ആൻഡ് എവറിത്തിങ് ഈസ് മെയ്ഡ് വിസിബിൾ. പലപ്പോഴും പല മിറാക്കിൾസും നടക്കാറുണ്ട്. ആൻഡ് എവറിത്തിങ് ഈസ് മെയ്ഡ് വിസിബിൾ, അപ്പോൾ എല്ലാം വിസിബിളാണ്, എല്ലാതും കണ്ണിന് മുന്നിൽ പ്രത്യക്ഷമാകാറുണ്ട്. വി സീ ക്രാക്സ് ആൻഡ് ഫിഷേഴ്സ് ഇൻ അവർ സോയിൽ, ഞങ്ങളുടെ നിലത്തിൽ ഞങ്ങൾക്ക് വിള്ളലുകൾ കാണാനായിട്ട് സാധിച്ചു. ക്രാക്സും ഫിഷേഴ്സും സെയിം മീനിങ് ആണ്. വി സ്പീക്ക് ഓഫ് സൂയിസൈഡ്സ് ആൻഡ് ഇൻറ്റിമസീസ്, ഞങ്ങൾ പലപ്പോഴും ആത്മഹത്യകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇൻറ്റിമസീസ്, അടുപ്പങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓഫ് ലോങ്ങിങ്സ് ലെഷ് ലൈക്ക് വെറ്റ് ഫെറോസ്, നീണ്ട കാത്തിരിപ്പുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നനഞ്ഞ ഫെറോസ് പോലെയുള്ള കാത്തിരിപ്പുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓഫ് ഓഷ്യൻസ് ബിയറിംഗ് അസ് ടുവാർഡ് ഇമാജിനറി റിച്ചസ്, ഒരുപാട് റിച്ചസ് നൽകുന്ന ഓഷ്യൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓഫ് ബേണിംഗ് ഹ്യൂമിലിയേഷൻസ്, അപമാനങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ക്രൈംസ് ബൈ ദ ഗവൺമെൻറ്റിൻ്റെ കുറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓഫ് സെൽഫ് ഹെയ്റ്റ് ആൻഡ് ഓഫ് ലവ് ദാറ്റ് ബ്രേക്സ് ത്രൂ സൈലൻസസ്, സ്വയം വെറുക്കുക, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നിശബ്ദതകളെ പോലും ഭേദിക്കാൻ കഴിയുള്ള ലവിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വി ആർ ലൈറ്റ്നിങ് ആൻഡ് ജസ്റ്റിസ്, ഞങ്ങൾ ലൈറ്റ്നിങ് ആണ്, ഞങ്ങൾ ജസ്റ്റിസ് ആണ്. അവർ സോൾസ് ബിക്കം ട്രാൻസ്പെറൻറ്റ് ലൈക്ക് ഗ്ലാസ് റിവീലിംഗ് ടിയേഴ്സ് ഫോർ വാർഡഡ് സൺസ്, റെഡ് ആഷസ് ഓഫ് ഹിരോഷിമ, ജാഗഡ് വോൺസ് ഫ്രം ബാർബ്ഡ് വയർ. ഞങ്ങളുടെ ആത്മാവ് ഗ്ലാസ് പോലെ ട്രാൻസ്പെറൻ്റ് ആണെന്നാണ് പറയുന്നത്. അതിൽ ഈ യുദ്ധസമയത്ത് മരിച്ച ആളുകളുടെ കണ്ണുനീരുകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഹിരോഷിമയിലെ റെഡ് ആഷസ് കാണാനായിട്ട് സാധിക്കും. റെഡ് ആഷസ് എന്ന് പറയുന്നത് ഇവിടെ ചോര വീണ മണ്ണാണ്. ജാഗഡ് വൗണ്ട്സ് ഫ്രം ബാർബ്ഡ് വയേഴ്സ്, ഈ ഒരു കമ്പിവേലികൾക്കിടയിലാക്കിയിട്ടുള്ള അതിൽ നിന്നുണ്ടായ മുറിവുകൾ, അതായത് ഇവരെ ആ ഒരു തടവിലാക്കുമ്പോൾ ഉണ്ടായിട്ട് അവർക്ക് സംഭവിച്ചിട്ടുള്ള പരിക്കുകൾ. വി മസ്റ്റ് റെക്കഗ്നൈസ് അവർ സെൽഫ് അറ്റ് ലാസ്റ്റ്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അവസാനം ഞങ്ങളെ സ്വയം തിരിച്ചറിയുന്നു. വി ആർ എ റെയിൻ ഫോറസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ്, ഞങ്ങൾ കളറിൻ്റെയും നോയ്സിൻ്റെയും ഒരു റെയിൻ ഫോറസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. വി ഹിയർ എവറിത്തിങ്, ഞങ്ങൾക്ക് എല്ലാം കേൾക്കാനുണ്ട്. വി ആർ അൺഅഫ്രൈഡ്, ഞങ്ങൾക്ക് ഒരിക്കലും ഭയമില്ല. അവർ ലാംഗ്വേജ് ഈസ് ബ്യൂട്ടിഫുൾ, ഞങ്ങളുടെ ഭാഷ അത്രയും മനോഹരമാണ്. ടോട്ടലി ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ഇവരുടെ
വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ജാപ്പനീസ് അമേരിക്കൻസ് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ 40 വർഷത്തോളം അവർ നിശബ്ദരായിരുന്നതിന് ശേഷമാണ് അവരുടെ അമ്മ, ഈ ഒരു ഓഥറിൻ്റെ അമ്മ അന്ന് നടന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് മൊഴി കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളും അവരുടെ അമ്മയുടെ ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രസ്ട്രേഷനൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ ജാനിസ് മേരി കിറ്റാനി അവതരിപ്പിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.